ഹലോ, അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇന്നൊരു ചിക്കൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ റെസിപ്പിയല്ല, മാമൻ്റെ റെസിപ്പിയാണ്. മാമൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. മാമൻ തന്നെയാണ് എനിക്ക് കുക്ക് ചെയ്ത് തരുന്നതും. അപ്പോൾ ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ കൂട്ടിയിട്ട് ചിക്കൻ നന്നായിട്ട് അങ്ങോട്ട് പുരട്ടി വയ്ക്കുക. അതിന് ശേഷം ദൈ കാണുന്നുണ്ടല്ലോ, ഇത് നമ്മുടെ സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അരഞ്ഞു പോകാണ്ട ഒന്ന് കറക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ ജ്യൂസ് അതങ്ങോട്ട് മാറ്റി വയ്ക്കണേ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല, അതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇതിന് നമ്മൾ അതിൻ്റെ ആ ഒരു അരിച്ച് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാണ്ടാണ് നമ്മളിത് വെളിച്ചെണ്ണയിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ ചട്ടി ചൂടായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ മിക്സ് ഇടണം. അതായത് സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ വെള്ളം മാറ്റിയിട്ട് അതിൻ്റെ കൊറ്റൻ മാത്രം, അതായത് അതിൻ്റെ ആ ഒരു ഇത് മാത്രം നമ്മൾ എടുത്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഗ്രേവിക്കൊക്കെ നല്ല തിക്നെസ്സൊക്കെ ആയിട്ടിരിക്കും. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല കുറുകിയിരിക്കുന്ന ചിക്കൻ കറി ആവും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ആവശ്യാനുസരണം നമ്മൾ എത്രയാണോ ചിക്കൻ എടുത്തുള്ളത് അതിനനുസരിച്ച് ആവശ്യാനുസരണം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുമ്പോഴത്തേക്കും കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിനകത്തേക്ക് ആ ഒരു ഗ്രേവിക്ക് കിട്ടാൻ പോകുന്നത്. അതിന് ഇതൊക്കെ നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു സീക്രട്ടായിട്ട് കുറച്ച് സോയാ സോസ്, ഒരു 2-3 ടീസ്പൂൺ സോയാ സോസും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രേവിക്ക് കളറും അതുപോലെ തന്നെ ഒരു ടേസ്റ്റും കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് എനിക്ക് പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഒഴിച്ച് തക്കാളിയൊക്കെ ഇട്ടു. തക്കാളി അരച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഗ്രേവി പോരുന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് തക്കാളി അരച്ചിട്ടാൽ മതി, വെള്ളം വേറെ ചേർക്കണമെന്നില്ല. ഈ ഒരു അരിച്ച് മാറ്റിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു മസാല ഒക്കെ നല്ല രീതിയിൽ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല നേരത്തെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ കൂടി നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചിക്കൻ ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒരു മസാലയും ഈ ചിക്കനും കൂടിയിട്ട് ഒരു ഇച്ചിരി ഫ്രൈ മാതിരി കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷമാണ് നമ്മുടെ ആ ഒരു മിക്സിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ ജ്യൂസ് നമ്മൾ അരച്ചെടുത്തേണ്ട ആ ജ്യൂസ്, സവാളയൊക്കെ അരച്ചതിൻ്റെ ആ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിനകത്തേക്ക് ഒഴിക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട. ഇനി അഥവാ നമുക്ക് ഗ്രേവി ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി 2 തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുക. നമ്മുടെ അടിപൊളി കിടിലൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റി ആയിരുന്നു. ചോറിനെ കൂടിയിട്ടായാലും ചപ്പാത്തിക്ക് കൂടിയിട്ടായാലും ഇനിയിപ്പോൾ അപ്പത്തിൻ്റെ കൂടിയിട്ടായാലും നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. ഇപ്പോൾ നമ്മുടെ വേദുട്ടൻ്റെ ചിക്കൻ അവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മസാല ഒന്ന് വെള്ളം ഒഴിക്കണതിന് മുന്നേ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടു. അപ്പോൾ ആ ഒരു ഫ്രൈ ചെയ്യുന്ന ടേസ്റ്റും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിയും കിടിലൻ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് കാണുന്നത്. ഈ റെസിപ്പി മാമൻ പറഞ്ഞു തന്നപ്പോൾ മാമനോട് പറഞ്ഞു എൻ്റെ കാലൊടിഞ്ഞിരിക്കുകയായിരുന്നു. മാമൻ തന്നെ എനിക്ക് വെച്ചെന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ മാമൻ വെച്ചെന്ന കറിയാണ്. ആ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ലുക്ക്. ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണ പോലത്തെ ഒരു ചിക്കൻ കറിയാണിത്. വളരെ സിമ്പിളായിട്ട് സവാള അരിയാൻ പോകാണ്ട് ഒന്നും വേണ്ടാണ്ട് നല്ല വെള്ളം പോലെയാണ് തിക്ക് ഗ്രേവി ഒക്കെ ആയിട്ടുള്ള ഒരു കിഡിലൻ ചിക്കൻ കറിയാണ്. ടേസ്റ്റ് ചെയ്തൊക്കെ അപ്പാര രുചിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും നമ്മളിതാ നല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ചോറ് കൂട്ടിയിട്ട് നന്നായിട്ട് ചൂടുള്ള ചോറും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഇതാ കഴിക്കാൻ പോവാണ്. മാമൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, മാമൻ തന്നെ വെച്ചു, മാമൻ തന്നെ കഴിച്ച് നോക്കി. ഫസ്റ്റ് നല്ല കിടിലൻ ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചോറൊക്കെ കൂട്ടി കഴിച്ചു നോക്കി. എൻ്റെ പൊന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കറി കഴിക്കണത്. സത്യമായിട്ടും പറയുകയാണ്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ കിടിലൻ സാധനമാണെന്ന് പറഞ്ഞാൽ കിടിലൻ സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നമുക്ക് കമൻറ്റ് ചെയ്തോളൂ, അഭിപ്രായം പറഞ്ഞോളൂ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വയ്ക്കും. ബൈ ബൈ, സീ യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.